ദൈവ തിരുനാമത്തിന് നിത്യമഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആരാധനാക്രമ വർഷത്തിലെ 5-ാമത്തെ കാലഘട്ടമായ പെന്തക്കോസ്തി കാലം, അത് പെന്തക്കോസ്തി പെരുന്നാൾ മുതൽ ഓഗസ്റ്റ് 5 വരെയുള്ളതായ ദിവസങ്ങളാണ്. കാരണം ഓഗസ്റ്റ് 6-ാം തീയതി നമ്മുടെ കർത്താവിൻ്റെ തേജസ്കരണ പെരുന്നാൾ സഭ ആഘോഷിക്കുന്നു. അപ്പോൾ പെന്തക്കോസ്തി പെരുന്നാൾ ഓരോ വർഷവും അതിൻ്റെ ഡേറ്റ് മാറി മാറി വരുന്നതനുസരിച്ച് ഈ കാലഘട്ടത്തിലെ ദിവസങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പെന്തക്കോസ്തി കാലഘട്ടം നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ 10 നാളുകൾ നീണ്ട പ്രാർത്ഥനയുടെ പരിസമാപ്തിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോല സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണ് ഓർമ്മിക്കുന്നത്. അങ്ങനെ സ്ലീഹന്മാരുടെ പ്രേക്ഷിത ശുശ്രൂഷ, സ്ലീഹ നോമ്പ്, ജൂൺ 29-ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ, ജൂലൈ 3-ന് നമ്മുടെ പിതാവ് മാർത്തോമാ സ്ലീഹായുടെ ദുഃഖ്രോന പെരുന്നാൾ. അങ്ങനെ സ്ലീഹന്മാരുടെ ഓർമ്മയും അവരുടെ പെരുന്നാളുകളും നോമ്പും ഒക്കെ ഉൾപ്പെടുന്ന കാലഘട്ടം എന്നുള്ള നിലയിൽ ഈ പെന്തക്കോസ്തി കാലത്തെ സ്ലീഹാകാലം എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ പെന്തക്കോസ്തി കാലഘട്ടങ്ങളിൽ ഈ സ്ലീഹാ നോമ്പും സ്ലീഹന്മാരുടെ ഓർമ്മയുമാണ് ഉള്ളത്. പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ളതായ ഒരാഴ്ച കാലത്തെക്കുറിച്ച് പാരമ്പര്യം നമുക്ക് തരുന്ന ഒരു അറിവ് കൂടി പങ്കുവയ്ക്കാം. ഞായറാഴ്ച പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന പെന്തക്കോസ്തി ശേഷം തിങ്കളാഴ്ച അവർ തങ്ങൾ സ്വീകരിച്ചതായ പരിശുദ്ധാത്മാവിനെ തങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിനായി ഒരു മൂറോൻ തൈലം കൂദാശ ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിപ്പീൻ എന്ന കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ അനുവർത്തനത്തിനായി വിശുദ്ധ കുർബാന ചൊല്ലുവാനുള്ള ക്രമീകരണങ്ങൾ അവർ ചൊവ്വാഴ്ച നടത്തുന്നു. ബുധനാഴ്ച മാർ യാക്കോബ് ശ്ലീഹ തയ്യാറാക്കുന്ന വിശുദ്ധ കുർബാനയുടെ ക്രമത്തിൽ അപ്പോസ്തലന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഈ യാക്കോബ് ശ്ലീഹ തയ്യാറാക്കിയതായ ഒരു കുർബാനയുടെ ക്രമീകരണമാണ് പിൽക്കാല ജെറൂസലേം സഭയിലൂടെ അന്ത്യോക്യയിൽ അത് വളർന്ന് വികസിതമായി മലങ്കരയിലെ സഭയിലും എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായ വിശുദ്ധ കുർബാന, ഈ അന്ത്യോക്യൻ ആരാധനാക്രമം, അത് മാർ യാക്കോബ് ശ്ലീഹ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ ഒരു ഡെവലപ്ഡ് ഫോമാണ്. തുടർന്ന് വ്യാഴാഴ്ച അവർ സഭയുടെ കാനോനുകൾ ക്രമീകരിക്കുന്നു. വെള്ളിയാഴ്ചയാണ് അവർ ദേവാലയത്തിലേക്ക് പോകുന്നത്. സ്വർണ്ണ വെള്ളിയാഴ്ച എന്നാണ് ഈ വെള്ളിയാഴ്ച അറിയപ്പെടുന്നത്. അതിന് കാരണം അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ അവർ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു മുടന്തൻ അവിടെ ഭിക്ഷയാചിക്കുക. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ പക്കലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 6-ാം വാക്യം. അപ്പം അങ്ങനെ പത്രോസ് ശ്ലീഹായുടെ ആ ഒരു ആഹ്വാനം, അതിൻ്റെ ഓർമ്മയിലാണ് സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് ആ വെള്ളി അറിയപ്പെടുന്നു. ഇപ്പോഴും നമ്മുടെ കലണ്ടർ നോക്കിയാൽ പെന്തക്കോസ്തിക്ക് ശേഷം വരുന്നതായ വെള്ളിയാഴ്ച ആ പേരിലാണ് അറിയപ്പെടുക. സ്വർണത്തെക്കാളും വിലയേറിയ രത്നങ്ങളെക്കാളും ഉപരിയായ സമ്പാദ്യം യേശു ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ ഒരു വലിയ ബോധ്യം അത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ശേഷം ശനിയാഴ്ച ദിവസം അവർ സഭയുടെ ക്രമീകരണങ്ങൾ നടത്തുന്നു. ഇങ്ങനൊരു പാരമ്പര്യവും ഈ ആദ്യത്തെ ആഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പോകുന്നു എന്നതുമാണ് പാരമ്പര്യം. അപ്പോൾ ഈ പെന്തക്കോസ്തി മുതൽ ഓഗസ്റ്റ് 5 വരെയുള്ളതായ കാലഘട്ടമാണ് പെന്തക്കോസ്തി കാലം. സ്ലീഹന്മാരുടെ പ്രേക്ഷിത ശുശ്രൂഷയും സ്ലീഹന്മാരെയും ഒക്കെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കുന്നത്.